2026 ലോകകപ്പിന് പന്തുരുളാൻ ഇനി അധിക നാളൊന്നും ബാക്കിയില്ല. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ആതിഥേയത്വം വഹിക്കുന്ന കാൽപന്താരവം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കളിക്കമ്പക്കാർക്കിടയിൽ ആ പഴയ ആവേശമൊന്നും കാണാനില്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ ഒരു തണുപ്പൻ അവസ്ഥക്ക് പിന്നിൽ പരന്നുകിടക്കുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അതിൽ നാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ മെസ്സിയും കൂട്ടരും വേൾഡ് കപ്പ് ഉയർത്തി എന്നത് തന്നെയാണ്. വർഷങ്ങളായുള്ള ആരാധകരുടെ കാത്തിരിപ്പും പ്രാർത്ഥനകളും സഫലമായ ആ നിമിഷം ആരാധകരുടെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു. ആ കിരീടധാരണം ഉണ്ടാക്കിയ സംതൃപ്തി ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോകകപ്പ് എടുക്കുമ്പോൾ അർജന്റീന ആരാധകർക്ക് ആ പഴയതുപോലെയുള്ള ആ വലിയ ആശങ്കയോ ഭീതിയോ നെഞ്ചിടിപ്പോ ഒന്നുമില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ലോകത്തിൻ്റെ നെറുകയിൽ സർവ്വതും കീഴടക്കി നിൽക്കുമ്പോൾ അവർ പൂർണ്ണ തൃപ്തരാണ്. ഇനിയൊരു ലോകകപ്പിൽ ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നാൽ പോലും അവർക്ക് സങ്കടവും നിരാശയുമില്ല. വരും തലമുറകളോട് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കിരീടങ്ങളുടെയും വിജയങ്ങളുടെയും വലിയൊരു കഥ തന്നെ ഇന്ന് അവരുടെ പക്കലുണ്ട്. ലോകകപ്പിൻ്റെ ആവേശം അല്പം കുറയാൻ കാരണമായ മറ്റൊരു പ്രധാന കാരണം 5 തവണ കിരീടധാരികളായ ബ്രസീലിൻ്റെ നിലവിലെ ഫോമില്ലായ്മയാണ്. ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള ടീമാണ് ബ്രസീൽ. അവരുടെ കളി കാണാൻ കാത്തിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ബ്രസീൽ ടീം നേരിടുന്ന പ്രതിസന്ധികൾ ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ പ്രേമികളിൽ എക്കാലവും അരം പകർത്തുന്ന ആ മനോഹരമായ കാനറി കളിശൈലി ഇന്ന് ബ്രസീലിനില്ല എന്ന് തീർത്തും സങ്കടകരമായ ഒരു വസ്തുതയാണ്. മൈതാനത്ത് അവർ കാഴ്ചവെക്കുന്ന സാമ്പ നൃത്തച്ചുവടുകൾ പോലുള്ള നീക്കങ്ങൾ കാണാനാണ് ആരാധകർക്ക് ഇഷ്ടം. എന്നാൽ ഇന്നത്തെ ടീമിൻ്റെ കളിയിൽ ആ പഴയ താളവും ഒത്തിണക്കവും കാണാൻ സാധിക്കുന്നേയില്ല. ഇത് ബ്രസീൽ ആരാധകർക്കിടയിൽ വലിയൊരു നിരാശ തന്നെ ഇളവാക്കിയിട്ടുണ്ട്. ലോകകപ്പിന് വിസിൽ മുഴങ്ങുന്നതോടെ ഈ ഫോമില്ലായ്മയെക്കുറിച്ചുള്ള എല്ലാം നിരാശകളെല്ലാം മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനെല്ലാം പുറമെ തങ്ങളുടെ പ്രിയപ്പെട്ട സുൽത്താൻ നെയ്മർ ജൂനിയർ ഇത്തവണ കളത്തിലുണ്ടാകുമെന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തുന്നത് ബ്രസീലിന് മാത്രമല്ല, ലോക ഫുട്ബോളിന് തന്നെ വലിയൊരു ഉണർവാണ് നൽകുന്നത്. നെയ്മർ എങ്ങാനും ഇത്തവണ ലോകകപ്പിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ടൂർണമെന്റിന്റെ കഥ തന്നെ മാറ്റിമറിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലോകകപ്പിന്റെ മാറ്റുകൂട്ടുന്നു. മുൻകാല ലോകകപ്പുകളിൽ നിന്നും തികച്ചും വിപരീതമായാണ് ഇത്തവണ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകളാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രാവർത്തികമാക്കിയതെങ്കിലും ഇത് മത്സരങ്ങളുടെ ആവേശത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു പുതിയ മാറ്റം കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ പഴയതുപോലുള്ള ആ കടുത്ത പോരാട്ടങ്ങളും ആവേശകരമായ മത്സരങ്ങളും കാണാൻ സാധിച്ചേക്കില്ല. മുമ്പ് ശക്തമായ ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വന്ന് നേർക്കുനേർ പോരാടുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വമ്പന്മാർ തമ്മിലുള്ള അത്തരം മത്സരങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. കണക്കുകളും ടീമുകളുടെ നിലവിലെ അവസ്ഥയും പരിശോധിച്ചാൽ വമ്പൻ ടീമുകൾക്ക് ഈ ഗ്രൂപ്പ് സ്റ്റേജ് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ മത്സരങ്ങൾ ഏകപക്ഷീയമാകുമ്പോൾ കളിയിലെ ഉദ്യോഗവും ആവേശവും കുറയുമെന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. എന്നാൽ മറ്റു ടീമുകളുടെ നിലവാരം കുറച്ചുകൊണ്ട് മത്സരത്തെ നിസ്സാരമായി എടുത്താൽ പണി കിട്ടുമെന്ന് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ വമ്പന്മാരെല്ലാം നന്നായി പഠിച്ചതാണ്. അർജന്റീനയും ജർമ്മനിയും അടക്കമുള്ള വമ്പൻ സ്രാവുകൾ ചെറിയ ടീമുകൾക്ക് മുമ്പിൽ തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ പലതവണ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ ടീമിനെയും ഭയപ്പെടേണ്ടത് നിർബന്ധമാണ്. കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ ആ ഫുട്ബോൾ ലഹരി ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? കോഴിക്കോട്ടെ പുല്ലാവൂർ പുഴയിൽ ഉയർന്ന മെസ്സിയുടെയും നെയ്മറിൻ്റെയും റൊണാൾഡോയുടെയും 3 ഭീമൻ കട്ടൗട്ടുകൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ കേരളത്തിലെ കാൽപന്ത് പ്രേമികളെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അന്ന് കട്ടൗട്ടുകളും ഫ്ലെക്സുകളുമായി നിറഞ്ഞ് ഉത്സവപ്രീതിയിലായിരുന്നു കേരളം മുഴുവൻ. എന്നാൽ 4 ആണ്ടുകൾക്കപ്പുറം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ലോകകപ്പിന് പന്തുരുളാനിരിക്കുമ്പോൾ ഇവിടെ ആവേശങ്ങളുടെ ഗ്രാഫ് വളരെ പതുക്കെയാണ് പറയുന്നത്.
സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകരുടെ കമന്റുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പ് ആവേശങ്ങളെല്ലാം അന്ന് ജീവൻ പോലെ കൊണ്ടു നടന്നവർ ഇന്ന് സ്വന്തം ജീവൻ കാക്കാനും ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കടുത്തോട്ടത്തിലാണ്. ഇന്നത്തെ മാറിവരുന്ന സാഹചര്യത്തിൽ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ പലർക്കും ഫുട്ബോൾ ആഘോഷിക്കാൻ സമയമില്ല എന്നതാണ് സത്യം. അന്നത്തെ പോലെ വലിയ ഫ്ലെക്സുകൾ വെക്കാനോ കട്ടൗട്ടുകൾ ഉയർത്താനുള്ള സാമ്പത്തിക ചുറ്റുപാട് പലർക്കുമില്ല. ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പലരുടെയും ഫുട്ബോൾ ആവേശം താൽക്കാലികമായി മാറിപ്പോയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പുതുതലമുറക്ക് ഇത്തരം പരമ്പരാഗതമായ കാര്യങ്ങളിൽ ഒന്നും വലിയ ആവേശമൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവർ ഡിജിറ്റലായ ലോകത്ത് ആഘോഷിക്കുകയാണ്. മറ്റു പല വിനോദങ്ങളിലും കൂടുതൽ ശ്രദ്ധ മുഴുക്കിയിരിക്കുന്നു. പഴയ തലമുറ ഫുട്ബോളിനെ ഒരു വികാരമായി കണ്ടപ്പോൾ പുതിയ കുട്ടികൾ അതിനെ വിനോദം മാത്രമായാണ് കാണുന്നത്. ഇതും ആവേശം കുറക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ കാൽപന്തിൻ്റെ അനുരാഗവും ആനന്ദവും പകർന്നു തന്ന ആ 3 ഇതിഹാസങ്ങളുടെ അവസാനത്തെ ലോകകപ്പായിരിക്കും ഇത്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും അടുത്തൊരു ലോകകപ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവർ തങ്ങളുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരു യുഗത്തിൻ്റെ അവസാനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഈ വേൾഡ് കപ്പല്ലേ നമ്മൾ മതിമറന്ന് ആഘോഷിക്കേണ്ടത്. വേൾഡ് കപ്പിന് പന്തുരുളുന്നതോടെ ആ പഴയ ആവേശം തിരികെ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വെറും 16 ദിവസം മാത്രമേ ഉള്ളൂ അമേരിക്കയിലെ മൈതാനങ്ങളിൽ പന്തുരുളാൻ. കാത്തിരിക്കാം.